സംഘടിപ്പിച്ചിരിക്കുന്ന ശ്രീ ശാന്തിവിള പത്മകുമാറിനെ സംബന്ധിച്ചാണ്. എനിക്ക് തോന്നുന്നു ഞാനോ ഉണ്ണിയോ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഈ കിരീടത്തിൻ്റെ റിലീസ് ഡേറ്റ് ഞങ്ങൾക്കറിയാം, ജൂലൈ 7-ാം തീയതിയാണെന്ന് അറിയാം. പക്ഷെ അതിനുവേണ്ടി ഒരു കാര്യം പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇദ്ദേഹം തന്നെയാണ് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വിളിക്കും. മിക്കവാറും എല്ലാം കിരീടം പാലത്തിൻ്റെ വാതിൽക്ക് തന്നെയായിരിക്കും. അവിടെ നിന്ന് കൂടുന്നു, അവിടെ 2 വാക്ക് സംസാരിക്കുന്നു, അവിടെ ചായയും വടയും കഴിച്ച് ഞങ്ങൾ പിരിയുന്നു. അതിനുള്ള ആ ഒരു മുൻകൈ എടുത്തിരുന്ന ശാന്തിവിള പത്മകുമാറും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ കുറേ പേരുണ്ട്. അവർക്കാണ് ഏറ്റവും വലിയ ബിഗ് സല്യൂട്ട് തരുന്നത്. കാരണം കിരീടത്തിൻ്റെ ഇത്രയും വർഷങ്ങൾ ഇത് മുന്നോട്ട് ആ ഓർമ്മ നിലനിർത്തി കൊണ്ടുപോയത് ഇവരൊക്കെ തന്നെയാണ്. എനിക്കും ഒരു അവകാശം അതും അതിനകത്തില്ല. അപ്പം അതിന് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഓഫ്കോഴ്സ് കിരീടത്തെ പറ്റിയുള്ള കഥ മുഴുവൻ തന്നെ എൻ്റെ പാർട്ട്ണറായ ഉണ്ണി പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ഉണ്ണി വിട്ടുപോയ 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ സൂചിപ്പിക്കാം. രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ആദ്യം ഞങ്ങൾ കിരീടത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാനറിനൊരു പേരിടണം. അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പലതും ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ അങ്ങനെ അവസാനം ഉണ്ണിയുടെ തന്നെ വൈഫ് സരസജയാണ് ഒരു പേര് പറഞ്ഞത്. കൃപ എന്ന് പറയുന്നത് നല്ല ബാനറാണ്. കൃഷ്ണകുമാറിൻ്റെ കൃവും പണിക്കരുടെ പായും, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ കൃപ എന്ന പേര് ജന്മമെടുത്തത്. അത് ഇന്നും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാനറായിട്ട് തന്നെ നിൽക്കുന്നു. അതിനും വലിയ സന്തോഷം തന്നെയുണ്ട്. പിന്നെ കിരീടത്തിൻ്റെ സക്സസിൻ്റെ കാര്യവും അതിൻ്റെ ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ണി പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കട്ടെ. അതിൽ ഏറ്റവും വലിയ അസറ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ഞങ്ങളുടെ കൂട്ടാളിയായ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ശ്രീ കലാധരനാണ്. നമുക്കെല്ലാവർക്കും നേരത്തെ ഈ പറഞ്ഞ എല്ലാവർക്കും അറിയാം, കലാധരൻ തന്നെയാണ് ശരിക്കും നമ്മുടെ കീരിക്കാടൻ ജോസ് എന്ന വ്യക്തിയെ രംഗത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ കൊടുക്കുന്നത് മുഴുവൻ അദ്ദേഹത്തിന് തന്നെയാണ്. കാരണം ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടി നിൽക്കുകയായിരുന്നു. ഈ പറഞ്ഞ പ്രദീപ് ശക്തി എന്ന് പറഞ്ഞ ആള് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അദ്ദേഹം അതിന് മുമ്പ് ഏറ്റവും ഫേമസ് ആയിരുന്നത് ചാമരം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വെകിളി പിടിച്ചൊരു വില്ലനായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ക്യാരക്ടറിനും ആ ഒരു ടൈപ്പ് ലുക്കാണ് വേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ലാസ്റ്റ് മിനിറ്റ് എത്താൻ പറ്റിയില്ല. ലാസ്റ്റ് മിനിറ്റ് കലാധരൻ തന്നെയാണ് മുന്നോട്ട് വെച്ച് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് കീരിക്കാടൻ ജോസ്. ഇന്ന് കിരീടത്തിൻ്റെ കഥ പറയുമ്പോൾ ഒരിക്കലും അതിൽ കീരിക്കാടൻ ജോസിൻ്റെ ഒരു പേരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമാവില്ല. കാരണം അത്രയ്ക്കും ആ ചിത്രം കൊണ്ട് അദ്ദേഹം എല്ലാവരുടെയും ഹൃദയം കീഴടക്കി, മനസ്സ് കീഴടക്കി. നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ പേര് പോലും നമ്മുടെ ആലോചനയിൽ വരുന്നത് കീരിക്കാടൻ ജോസാണ്. ഒരിക്കലും മോഹൻരാജ് എന്ന് അദ്ദേഹത്തിന് വിളിക്കുന്നതിന് ഞാൻ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം കീരിക്കാടൻ ജോസായിട്ട് അന്നും ഇന്നും എല്ലാം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അത് കിരീടം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നീട് നിർമ്മിച്ച സിനിമകളിൽ അദ്ദേഹത്തിന് ഞാൻ വേഷം കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് ചെപ്പ് കിലുക്കണം ചങ്ങാതി എന്നൊരു സിനിമ എടുത്തപ്പോൾ അതിനകത്ത് വില്ലൻ വേഷം കൊടുത്തത് കീരിക്കാടൻ ജോസിന് തന്നെയാണ്. ഇനി അതിനകത്ത് നടന്നൊരു ചെറിയ രസകരമായ സംഭവം നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാം. ആ ചിത്രത്തിൽ വില്ലനും അതിനകത്ത് ഒരു ഉപനായകനായിട്ടുള്ള ജഗദീഷ് എന്ന കഥാപാത്രവും തമ്മിൽ ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫൈറ്റ് സീൻ നടക്കുന്ന ആ ഒരു സമയത്ത് നേരത്തെ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഫൈറ്റിൽ ഈ അജാന ബാഹുവാണ്, ഇതൊക്കെയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ടൈമിങ് കുറച്ച് മോശമായിരുന്നു. അപ്പോൾ ഒരു ഫൈറ്റ് സീൻ വരുമ്പോൾ പലയിടത്തും അങ്ങേര് കുറച്ച് ഫെയിലിയർ ആയിരുന്നു ഇനീഷ്യൽ ഡേയ്സ്. പിന്നീട് ഓഫ്കോഴ്സ് അദ്ദേഹം എല്ലാം പഠിച്ചു, ഒരു വലിയ ഗംഭീര ഫൈറ്ററായിട്ടൊക്കെ മാറി. പക്ഷേ ഈ ചെപ്പുകിലൊക്കെ ചങ്ങാതി എടുക്കുന്ന സമയത്തും ഈ ഇതേ പ്രശ്നം വന്നു. അപ്പം അന്ന് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗദീഷ് ഇദ്ദേഹത്തിനെ ഒരു വടിയെടുത്ത് അടിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ ആ വടി ഒറിജിനലായിട്ട് വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ വേദന എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഡ്യൂപ്പ് ഉണ്ടാക്കി, ഒരു ഡമ്മി ഉണ്ടാക്കിയിട്ടാണ് ജഗദീഷ് അടിക്കുന്നത്. അപ്പോൾ ജഗദീഷ് അടിക്കുമ്പോൾ ഇദ്ദേഹം കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ബോഡി കൊണ്ട് ബ്ലോക്ക് ചെയ്യണം. കുറച്ചത് കാണിച്ചാൽ മതി, സ്ക്രീനിൽ വരുമ്പോൾ അത് അടികൊള്ളുന്നതായിട്ട് വരികയും ചെയ്യും. പക്ഷേ ഇയാളുടെ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ടാകാം. ഇദ്ദേഹം എല്ലായിടത്തും പോയി കൈ കറക്റ്റായിട്ട് കൊടുത്തു, ബോഡിയിൽ കൊണ്ടു, അങ്ങനെ അടിയുടെ പൂരമാണ്. ജഗദീഷ് കുറേ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഇദ്ദേഹത്തിന് തോന്നിയത് തന്നെ മനഃപൂർവ്വം ജഗദീഷ് അടിക്കുകയാണെന്നാണ്. നടന്ന സംഭവമാണ്. ആ സമയത്ത് ഇയാൾ ഒന്നും മിണ്ടിയില്ല, അങ്ങനെ മുഖമൊക്കെ ചുവന്നു വന്നു. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ഞങ്ങളുടെ മുറിയിലെത്തി ഒന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ജഗദീഷിൻ്റെ മുറിയുടെ വാതിൽ ഭയങ്കര ബഹളമാണ്. ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ജഗദീഷിനെ കുത്തിന് പിടിച്ച് പൊക്കി വെച്ചിരിക്കുകയാണ് ഈ മനുഷ്യൻ. കലാധരനൊക്കെ ഉണ്ട്, കലാധരൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഞങ്ങളെല്ലാം കൂടി പിടിച്ചാണ് സത്യം പറഞ്ഞ അന്ന് ആ മനുഷ്യൻ അവിടെ സമാധാനിപ്പിച്ചത്. കാരണം പെട്ടെന്ന് ദേഷ്യം വരികയായിരുന്നു ഈ മോഹൻരാജിന്. ശുദ്ധൻ എന്ന് വെച്ചാൽ എത്ര ശുദ്ധനായ മനുഷ്യനെ നമുക്ക് ലോകത്ത് കിട്ടില്ല. എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹം കിരീടം കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു, ചെന്നൈയിൽ വരികയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഹോട്ടലിൽ റൂം എടുക്കരുത്,
നിങ്ങൾ താമസിക്കുകയാണ് എൻ്റെ ഫ്ലാറ്റിൽ തന്നെ താമസിക്കണം. പിന്നീട് കുറേ കാലം ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലാണ് ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ താമസിച്ചിരുന്നത്. ഒരു തീറ്റിപ്രിയനായിരുന്നു. മട്ടനാണ് അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്. മട്ടൻ വേണം ദിവസവും. അപ്പോൾ അങ്ങനെ എനിക്കാണെങ്കിൽ മട്ടൻ ദിവസവും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് ആവശ്യമുള്ള ഫുഡ് ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിക്കുകയായിരുന്നു. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ശരി, ആ മനുഷ്യനെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെറുതായിട്ട് പറയാനുണ്ടെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ. ഈ അടുത്ത കാലത്ത് 1 വർഷം മുമ്പാണ് കിരീടം പാലം ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു പേരിലുള്ള ഞാൻ നിർമ്മിച്ച ഒരു സിനിമയുടെ പേരിലുള്ള ഒരു പാലം ടൂറിസ്റ്റ് സ്പോട്ട് ആകുന്നു എന്ന് കേട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മുടെ ആർക്കിടെക്ട് ശങ്കർ എന്നെ വിളിക്കുന്നത്. ശങ്കർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിനേശേ ഫ്രീ ആണോ, രാവിലെ ഒരു സ്ഥലം വരെ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങോട്ടാണ് പോകണ്ടേ? അപ്പം എന്നോട് പറഞ്ഞു കിരീടം പാലം വരെ ഒന്ന് പോകണം. പാലം പോകുന്ന സമയത്ത് എനിക്കൊരു കഥ കൂടി നിങ്ങളത് കേൾക്കണം. അങ്ങനെ ശങ്കരൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ശങ്കർ എന്നെ വന്നു വീട്ടിൽ വിളിന്ന് വിളിച്ചു. കാരണത്തിൽ ട്രാവൽ ചെയ്ത് വെള്ളായണി എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എൻ്റെ കിരീടത്തിന് ഫുൾ കഥ കേട്ടു. ഈ കിരീടം പാലത്തിന് ഈ സിനിമയായിട്ടുള്ള എന്താണ് കണക്ഷൻ, അതും മൊത്തത്തിൽ അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കി. അവിടെ ചെന്നതിന് ശേഷം കുറേ രൂപകൽപ്പന അദ്ദേഹം ചെയ്ത ഒരു സംഭവമാണ് ഇന്ന് അവിടെ കുറേ പണി നടക്കുന്നുണ്ട്. വലിയ താമസിയാതെ തന്നെ 5-6 മാസത്തിനുള്ളിൽ കിരീടം പാലം ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറാൻ പോകുന്നു. അതിൽ നമുക്ക് എല്ലാവർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും തന്നെ അഭിമാനിക്കാം. കാരണം ഇങ്ങനെ ഒരു സിനിമയുടെ പേരിൽ ഒരു സ്പോട്ട് ഇത്രയും ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വേറെ ഒന്നും വന്ന് ലോകത്ത് തന്നെ കാണില്ല. എന്തായാലും കിരീടം എന്ന സിനിമയുടെ ഒരു നിർമ്മാതാവായി 36ാമത്തെ വർഷം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കിട്ടിയ കമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമൻറ്റ് പോലും നെഗറ്റീവായിട്ട് ആരും പോസ്റ്റ് ചെയ്യുന്നില്ല. കാരണം കിരീടത്തിനെ പറ്റി എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ